जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ഗർഗമുനി പ്രഭുവിന്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. ആ ബുക്ക് അത് തീർന്നു. അവസാനം അദ്ദേഹം എപ്പിലോഗ് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതുന്നുണ്ട്. ഗർഗമുനി പ്രഭു അദ്ദേഹം 1977 ലൈബ്രറി, ഇന്ത്യയിലെ ലൈബ്രറി ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ പാർട്ടിയിലെ ലീഡറായിരുന്നു. അദ്ദേഹം ഒരു 6 മെർസിഡീസ് ബെൻസ് വാനുകൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ അന്ന് ജുഹുവിലെ ഗോഡൌണിലുണ്ടായിരുന്ന എല്ലാ ബുക്സുകളും ഇന്ത്യയിലെ മിക്ക ലൈബ്രറികളിലും അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നെ അദ്ദേഹം അമേരിക്കയിലെത്തിയ സമയത്താണ് പ്രഭുപാദിന്റെ വിയോഗം അദ്ദേഹം അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ, സാക്ഷാത്കാരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ആ എപ്പിലോഗിൽ. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്. ഒന്ന്, ശീല പ്രഭുപാദ് ഒരു സ്പിരിച്വൽ റവല്യൂഷണറി ആയിരുന്നു, ആത്മീയപരമായിട്ടൊരു വിപ്ലവം ചെയ്തിരുന്നുവെന്ന് ഗർഗമുനി പ്രഭു പറയുന്നു. അത് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് ആഗ്രഹിച്ച 2 കാര്യങ്ങൾ പ്രഭുപാദ് തന്റെ ലൈഫിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആ ഒരു വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ 2 മെയിൻ ആയിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്തത്. ഒന്ന്, അദ്ദേഹം ബ്രാഹ്മണ വേഴ്സസ് വൈഷ്ണവാസ് എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം അദ്ദേഹം ചെയ്തിരുന്നു. കാരണം ഭാരതത്തിലെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാലേ ചില യോഗ്യതകൾ അല്ലെങ്കിൽ അവരെ അങ്ങനെ അറിയപ്പെടാനായിട്ടുള്ള ഇതുള്ളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതിന് അഗൻസ്റ്റ് ആയിട്ടായിരുന്നു ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്, പ്രഭുപാദിന്റെ ഗുരു, വളരെയധികം ഇത് ചെയ്ത് റിവോൾട്ട് ചെയ്തത്. അപ്പം അദ്ദേഹം ബ്രാഹ്മണ വേഴ്സസ് വൈഷ്ണവാസ്, ഒരു ഏത് കുലത്തിൽ ജനിച്ചാലും ഒരു വ്യക്തിയെ പ്രോപ്പറായിട്ടുള്ള യോഗ്യതയുണ്ടെങ്കിൽ, അതിനുള്ള ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണനെക്കാട്ടും ഉപരിയാണ് എന്നുള്ള കാര്യം ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് തന്റെ ലൈഫിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. അത് പ്രഭുപാദ് ആക്ച്വലി കാണിച്ചു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്, വിദേശത്ത് പോയി എല്ലാ ഇന്ത്യൻ സന്യാസിമാരും പോകുമ്പം ഭാരതത്തെക്കുറിച്ചും ഭാരതത്തിന്റെ കൾച്ചറിനെ കുറിച്ചും ഒരു പൂർണ്ണമല്ലാത്തൊരു ജ്ഞാനമാണ് കൊടുത്തത്. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു ശക്തിയാണ്. അതിന് രൂപമോ ഗുണമോ ഒന്നുമില്ല, അതിന് വ്യക്തിയല്ല എന്നുള്ളത്. ഇത് രണ്ടും പ്രഭുപാദ്, ഈ ഗുരുവിന്റെ ഈ 2 ആഗ്രഹങ്ങളും പ്രഭുപാദ് തന്റെ ലൈഫിലൂടെ പ്രാവർത്തി കാണിച്ചു എന്നുള്ളത്. അതിൽ പ്രഭുപാദ് അതിന്റെ ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, പ്രഭുപാദ് വിദേശത്തുള്ള എല്ലാ ഡിസൈപ്പിൾസും, അവർക്ക് യോഗ്യതയുള്ളവർക്കെല്ലാം ബ്രാഹ്മണ ദീക്ഷ കൊടുക്കുകയും അവരെ വൈദിക സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈവൻ അതിന് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പ്രഭുപാദ് തിരിച്ചു വന്ന സമയത്ത് എല്ലാ ഗൗഡിയ വൈഷ്ണവ മഠങ്ങളോടും ഇസ്കോണിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രഭുപാദ് പറഞ്ഞു. ഒറ്റ ഇതായിട്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഇതായിട്ട് പ്രീച്ച് ചെയ്യാം എന്നുള്ള കാര്യമാണ് പ്രഭുപാദ് പറഞ്ഞത്. പക്ഷെ പ്രഭുപാദ് അങ്ങനെ പറയുമ്പോഴും പ്രഭുപാദ് എങ്ങനെ എല്ലാവരും GBCയുടെ അണ്ടറിൽ ചെയ്യാനാണ് പറഞ്ഞത്. GBC എന്ന് പറഞ്ഞാൽ എല്ലാം വിദേശ ശിഷ്യന്മാരായിരുന്നു. അപ്പൊ അത്രയും പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സും അങ്ങനെയുള്ള ആചാര്യന്മാരോടുകൂടി GBCയുടെ അണ്ടറിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ശീല പ്രഭുപാദ് പറഞ്ഞത്. അത് പലപ്പോഴും പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ പ്രഭുപാദ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ആ മൂഡ് അത് പൂർണ്ണമായിട്ട്, ആ വിപ്ലവം ഇന്ത്യയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ട് ഭഗവാന് സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അവർക്ക് ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ ഏത് രാജ്യത്തിൽ ജനിച്ചെന്നോ അതിന് ഭേദചിന്തയില്ല. അപ്പൊ ആചാര്യന്മാരും വൈഷ്ണവ പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സിനോടുകൂടി GBCയുടെ അണ്ടറിൽ നിന്ന് കെട്ടായിട്ട് പ്രീച്ച് ചെയ്യാനാണ് പ്രഭുപാദ് പറഞ്ഞത്. ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന്റെ ആ ആഗ്രഹം, ആ വിപ്ലവം, ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച വിപ്ലവം പ്രഭുപാദ് പൂർണ്ണമായിട്ട് അത് ചെയ്തു. രണ്ടാമത്തത്, പ്രഭുപാദ് അമേരിക്കയിൽ പോയിട്ട്
ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ദൈവം ഒരു രൂപമില്ലാത്തതാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും നിൽക്കുന്ന വെളിച്ചമാണ്, അതിന് വ്യക്തിയൊന്നുമല്ല എന്നുള്ള ആ ധാരണ അത് പൂർണ്ണമായിട്ട് പ്രഭുപാദ് തിരുത്തി. പ്രഭുപാദ് എവിടെയായാലും ഈശ്വരൻ വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിന് പൂർണ്ണ ഊന്നൽ കൊടുത്തു. അത് വിദേശത്തുള്ള അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ഇംപേഴ്സണൽ ആയിട്ടുള്ളൊരു ധാരണയാണ്. ഈവൻ പ്രഭുപാദ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രഭുപാദിനെ കാണാനായിട്ട് യോഗി ഭജൻ, അങ്ങനെ മുനി മഹാരാജ്, അങ്ങനെയുള്ള ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയ ഇംപേഴ്സണലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തിശൂന്യവാദികൾ വന്നിട്ട് പോലും അവിടെ പോലും അവരൊരു ഷോക്ക്ഡായി എന്നാണ് പറയുന്നത്. പ്രഭുപാദ് ആ ഒരു കാര്യം, ഈശ്വരൻ വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കാനും പ്രഭുപാദ് തയ്യാറായത്. അപ്പം അതും ഭക്തിസിദ്ധാന്ത സരസ്വതി മഹാരാജ് പ്രഭുപാദിന് മുമ്പ് അതിനെ ഗോഡ് ബ്രദേഴ്സിനെ ഒക്കെ അയച്ചിരുന്നു. പക്ഷെ അവർക്കൊന്നും ഈ ഒരു ധാരണ, ഭാരത സംസ്കാരത്തെക്കുറിച്ചുള്ള വിദേശത്തുള്ള ഈ ഒരു ധാരണ തിരുത്താനായിട്ട് പറ്റിയില്ല. പക്ഷെ ശ്രീല പ്രഭുപാദ് അത് അവിടെ നേരിട്ട് ചെന്നത് തിരുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ രണ്ട് റവല്യൂഷൻ, വിപ്ലവം, ഇന്ത്യയിലും വിദേശത്തും ചെയ്ത ഈ രണ്ട് വിപ്ലവത്തിന് പ്രഭുപാദ് എന്നും അറിയപ്പെടുമെന്ന് ഗർഗമുനി മഹാരാജ് പറഞ്ഞു.